ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖമല്ല എല്ലാവർക്കും? അപ്പം പുറത്ത് നല്ല മഴ തിമിർത്ത് പെയ്യുന്നുണ്ട്. അപ്പം വൈകുന്നേരമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചൂടുള്ള കഴിക്കണമെന്ന് വിചാരിച്ചു. എന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിതുപോലെ ഉണ്ടാക്കി കഴിക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഒന്നല്ലേ എരിവുള്ളത് വേണം, അല്ലെങ്കിൽ മധുരമുള്ള ഏതെങ്കിലും. മക്കൾക്ക് കൂടുതലിഷ്ടം മധുരമുള്ള കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പഴം വെച്ചിട്ടൊരു പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പഴം എടുത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ വാട്ടിയെടുക്കില്ല, അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീയും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യണമെങ്കിൽ ഗീ ഉണ്ടെങ്കിൽ, ഗീ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കണേ, അങ്ങനെ ചെയ്യാം കേട്ടോ. ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം പഴം. ജസ്റ്റ് ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മളിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ബാക്കിയും കൂടി ഉള്ളതും കൂടി ഇതുപോലെ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ പഴം വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കൽ പഴംപൊരി, പിന്നെ പഴം കേക്ക്, അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പം ഞാനൊന്ന് മാറ്റി പിടിച്ചത്. അപ്പം പോളാണെങ്കിലും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ, ഒരുപാട് ഓയിലിൻ്റെയും പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറഞ്ഞ ഓയിലിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഈ പോള എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ, പിന്നെ കാഷ്യൂ, കിസ്മിസ്, ഇത് 3ഉം കൂടി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുത്ത് അത്ര മതി. പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഉണ്ടാക്കണം. പോളക്ക് ആവശ്യമായിട്ടുള്ള മാവ് എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും, എന്നാലും ഒന്ന് ഞാൻ പറയാം. ഇനി നമുക്ക് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പ് നമ്മൾ മധുരത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഏലക്ക പൗഡർ കേട്ടോ. ഒരു പിഞ്ച് ഓഫ് അത്ര മതി. ഉപ്പ് അത്ര തന്നെ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്തത്. പിന്നെ എന്താ പറയുക, 2 മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാറുണ്ട്. പോളിൻ്റെ ബാറ്ററിൽ പാല് ചേർത്ത് കൊടുക്കും. പക്ഷെ ഞാനിപ്പോൾ പാലെടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വെള്ളമാണ് ചേർത്ത്. ഞങ്ങളെ കയ്യിൽ പാലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ തിക്കാവാനും പാടില്ല, എന്നാൽ ഓവർ ലൂസ് ആവാനും പാടില്ല. നമ്മുടെ ഓട്ടൻ്റെ മാവുണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇട്ടൊക്കെ റെഡിയാക്കി ഇനി നമ്മൾ ഈ മാവ് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ ഒരു ബാറ്റർ അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ പഴയൊക്കെ സെറ്റാക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട തേങ്ങ, പിന്നെ കാഷ്യൂ, പിന്നെ എന്താ പറയുക കിസ്മിസ്, ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക്. ഇനി നമുക്ക് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കണില്ല, ഞാൻ ഓൾറെഡി എല്ലാം കംപ്ലീറ്റ് ഒഴിച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയറും കൂടി ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ പോള ഉണ്ടാക്കുമ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യാറ്. അപ്പോൾ അതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. വൈകുന്നേരങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നമ്മൾ ഒരു 5 മിനിറ്റ് അങ്ങനെയൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് ആ ഒരു മുകളിലുള്ള മാവൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പം ഇത് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇനി നമ്മൾ ഒന്നും കൂടി ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കണമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല അടിപൊളി സ്നാക്കായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.